കടകംപള്ളി സുരേന്ദ്രൻ. പക്ഷെ അദ്ദേഹത്തിലേക്ക് മാത്രം അന്വേഷണം എത്തുന്നില്ല. അദ്ദേഹം ചുവപ്പ് കൊടി പിടിച്ചു പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായതുകൊണ്ടാണോ അദ്ദേഹത്തിലേക്ക് എത്താത്തത്? കാരണം ഈ തന്ത്രിക്ക് മുൻപിൽ അതിനു മുൻപ് ചോദ്യം ചെയ്ത കടകംപള്ളി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു, പോറ്റി അകത്തും. അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്ത്രം. അദ്ദേഹത്തിൻ്റെ പേരിൽ അന്വേഷണം വരികയാണ് എങ്കിൽ അദ്ദേഹത്തിന് ക്രിമിനൽ കേസാകും, അടുത്ത സീറ്റ് കിട്ടൂല, കഴക്കൂട്ടത്ത് സീറ്റ് നിഷേധിക്കും. സീറ്റ് കൊടുക്കണതും കൊടുക്കാത്തതും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യം, നമ്മൾ ഇടപെട്ടിട്ട് കാര്യമില്ല. പക്ഷേ അന്വേഷണ SIT വരുമ്പോൾ അന്നിരുന്ന മന്ത്രിക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്. അതിനെ മാറ്റിവെച്ചതിൽ താങ്കൾ പറഞ്ഞ പോലെ ദുരൂഹതയുണ്ട്. തന്ത്രിയെ മാറി ഇപ്പം തന്ത്രിയായാലും മന്ത്രിയായാലും നിയമത്തിൻ്റെ മുന്നിൽ തെറ്റുകാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതിന് ഏത് പാർട്ടി ആയാലും ആരായാലും. നമ്മുടെ ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നമ്മുടെ പൊതുമുതൽ കട്ടെടുത്തവരാണ്. അപ്പോൾ അവർക്കെതിരെ അദ്ദേഹം മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നാൽ മാത്രമേ ഈ പത്മകുമാറും ഈ മുരാരി ബാബുവും ഇത്തരത്തിലുള്ള വ്യക്തികളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. മൊത്തം എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അല്ല, ഈ പാർട്ടിയുടെ സംരക്ഷണം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് വലിയ ആത്മവിശ്വാസമാണ്. തീർച്ചയായിട്ടും എല്ലാ കാലത്തും നാം പരിശോധിച്ചാൽ അറിയാം. അന്ന് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തതിനു ശേഷം അത് പുറത്തിറങ്ങില്ല. 2-3 ദിവസം കഴിഞ്ഞാണ് മാധ്യമങ്ങൾ അറിയുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ആ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കുന്നു. അതിനു മുൻപത്തെ ദിവസം നമുക്കറിയാം, ഈ വട്ടൂർക്കാവിലെ ആ ശ്രീലേഖയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അങ്ങ് വലിയ പ്രതികരണങ്ങൾ നടത്തുകയാണ്. അപ്പോൾ പാർട്ടിയിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. എന്തു ചെയ്താലും പാർട്ടി സംരക്ഷിക്കുമല്ലേ? കാരണം പാർട്ടിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇരുന്നത്. പാർട്ടിയുടെ ഫണ്ടും കാര്യങ്ങളും റൈസ് ചെയ്ത് കൊടുക്കുന്ന തലസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രി അദ്ദേഹമായിരുന്നു. പാർട്ടി സംരക്ഷിച്ചില്ല എങ്കിൽ പാർട്ടിയിൽ ഇന്നാര് ചെയ്ത കാര്യങ്ങൾ പലതും അദ്ദേഹത്തിന് വിളിച്ചു പറയേണ്ടി വരും. അദ്ദേഹം ജയിലിനകത്ത് പോകുകയാണ് എങ്കിൽ പാർട്ടിക്ക് വേണ്ടിയും പാർട്ടിയുടെ നേതാക്കൾക്ക് വേണ്ടിയും ചെയ്ത കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്, ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനല്ലാതെ പുതിയൊരു കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാലേ ഈ അന്വേഷണങ്ങൾ പുറത്തു വരികയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്. ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഹോം കൈകാര്യം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ രീതിയിൽ അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ കേസ് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് ഒന്ന് കുഴപ്പിച്ച് ഇവരെയെല്ലാം നല്ല മുഖം കൊടുത്ത് മാറ്റി നിർത്തിയാൽ അടുത്ത് സ്ഥാനാർത്ഥിക്കാർ അവർക്ക് സ്ഥാനാർത്ഥി പഞ്ഞം ഇപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിക്കുന്നുണ്ട്. അതുപോലെ ഉദാഹരണത്തിന് വട്ടിയൂർക്കാവിലുള്ള MLA പ്രശാന്തിനെ അങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. വട്ടിയൂർക്കാവിൽ വേറെ ആരാണ്? നേമത്ത് ചന്ദ്രശേഖറാണ്. ബഹുമാനപ്പെട്ട ചന്ദ്രശേഖർജിയാണ് അവിടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പം മിനിസ്റ്റർക്ക് ചെറുകുട്ടി സഖാവിന് എനിക്ക് പാർട്ടി പറയുന്നത് ഞാൻ കേൾക്കും, ചെറിയ പേടി വന്നിട്ട്. അത് അതുപോലെ തിരുവനന്തപുരത്ത് ആന്റണി രാജു തൊണ്ടി മുതൽ കേസിൽ MLA സ്ഥാനം പോയി. ഇനി ഇത് അദ്ദേഹത്തിന് അവിടെ ഒക്കൂല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാട്ടാക്കട, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ പരിമിതമായി ചുരുങ്ങിയിരിക്കുന്നു. നല്ല മുഖങ്ങൾ ഇന്ന് പാർട്ടിക്കകത്ത് CPM-നില്ല. എല്ലാം കറപ്ഷൻ മുഖങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി തിരിച്ചു വരണമെങ്കിൽ പുതിയ യുവാക്കളെ വാർത്തെടുത്ത് വരണം. യുവതികൾക്കെല്ലാം ധിക്കാരവും തണ്ടും കമ്മ്യൂണിസവുമാണ്. കണ്ടില്ലേ നമ്മുടെ ഒരു യുവ മേയർ ഭരിച്ചിരുന്നപ്പോഴും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പുതിയ നേതൃത്വ നിരയിൽ യുവാക്കളുമില്ല. ഈ വരുന്ന യുവാക്കളെല്ലാം ഇന്ന് കേന്ദ്രത്തെയും RSSനെയും BJPയെയും ആക്ഷേപിക്കുകയും ട്രോളുകൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ലത് ചെയ്യുവാൻ ഇവർക്കൊരു പാഠ്യപദ്ധതികളോ ക്ലാസ്സുകളോ അവയർനെസ്സുകളോ ഇന്നില്ല. വ്യക്തി അധിക്ഷേപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ചന്ദ്രശേഖർ ഇവിടെ വന്നു. കേന്ദ്രം പറഞ്ഞു BJPയുടെ കാര്യം തീരുമാനിക്കുന്ന BJP സെൻട്രൽ കമ്മിറ്റിയാണ്. കേരളത്തിൽ ആ സ്റ്റേറ്റ് പ്രസിഡന്റ് ആകണമെന്ന് തീരുമാനിക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ കമ്മിറ്റിയാണ്. ഇവിടുത്തെ സീനിയർ മോസ്റ്റ് ആൾക്കാരുമായിട്ട് ഡിസ്കഷൻ ചെയ്യേണ്ടതാണ്. അത് കംപ്ലീറ്റ് ഇന്ന് അവരാണ് ട്രോളിങ് ചെയ്തുകൊണ്ട് പോകണം. സംഘിയാണ്,
ചാണകമാണ്. ഇവർക്ക് എന്തറിയാം? ചാണകത്തിൻ്റെ പരിശുദ്ധി, വൈരുദ്ധ്യാത്മിക ഭൗതികഭാഗങ്ങൾ അറിയാവുന്ന കമ്മ്യൂണിസ്റ്റുകാരന് അറിഞ്ഞൂടാ. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പഠിപ്പിച്ച് ഷെഡ്യൂൾ ക്ലാസ് വിടുന്ന ഇവർക്കറിഞ്ഞൂടാ. കൊളോണിയലിസവും ബാക്കിയുള്ള ഇസങ്ങളും പഠിപ്പിച്ചു വിടുന്ന ഇവർക്കറിഞ്ഞൂടാ. ചാണകം പരിശുദ്ധമാണ്. ഇന്ത്യയുടെ ചാണകം വിദേശ രാഷ്ട്രങ്ങളിലേക്ക് എക്സ്പോർട്ട് പോകുകയാണ്. അതിൽ നിന്ന് പല ഔഷധങ്ങൾ ബാഷ്പീകരിച്ചെടുക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിലെ നാഗ്പൂറുള്ള നഗരങ്ങളിലെ റീസൈക്ലിംഗ് വെള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ കക്കൂസ് മാലിന്യം റീക്ലൈസ് ചെയ്ത് ബാഷ്പീകരിച്ചാണ് അടുത്ത് നനയ്ക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ ചാണകം പരിശുദ്ധവും. പശു എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ആ കൃഷ്ണൻ്റെ ആ ഒരു ജീവി, മാനുഷിക പരിഗണനയിൽ ഗോമാതാവ്. ഒരിക്കൽ PS അച്യുതാനന്ദൻ പറഞ്ഞു, പശു ഗോമാതാവാണെങ്കിൽ കാള ആരച്ഛനാണെന്ന് ചോദിച്ച പാർട്ടിയാണിത്. അപ്പോൾ അവർക്ക് കാണുന്നതെല്ലാം ഭൗതികം, ഈശ്വരവിശ്വാസമില്ല, മതം മനുഷ്യന് മയക്കുന്ന കറുപ്പ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുക. ലോട്ടറി ടിക്കറ്റ് കണ്ടിട്ടില്ലേ? മറ്റേ ബ്ലഡ് ആർത്തവ രക്തം ഒഴുകി ഭഗവാന്റെ ശിവലിംഗത്തിൽ വന്ന് വീഴുന്ന അഭിഷേകം ചെയ്യുന്ന വരച്ചു വച്ചിരിക്കുന്നു. അർബൻ നക്സലൈറ്റ് കാർട്ടൂണിസ്റ്റ് പടം വരപ്പുകാരനായതുകൊണ്ടാണ് ആ ചിത്രം അദ്ദേഹത്തിൻ്റെ വന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ആർത്തവമുണ്ട്, അല്ലെങ്കിൽ സഹോദരിക്കുണ്ട്, അമ്മുമ്മയ്ക്കുണ്ടായിരുന്നു എന്ന ചിന്ത ആ ആർട്ടിസ്റ്റിനില്ല. നല്ല വിവരവും വിദ്യാഭ്യാസവും ഭാരതീയ സംസ്കാരവും ഉൾക്കൊള്ളുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അത് വരയ്ക്കുകയില്ല. ഇത് കാലാകാലങ്ങളിൽ ആർത്തവത്തെക്കുറിച്ചും സ്ത്രീത്വത്തെക്കുറിച്ചും എല്ലാം ഭൗതികമാണെന്ന് പറഞ്ഞ് സ്റ്റഡി ക്ലാസ് കൊടുത്ത ആ ഒരു ഇതാണ് അദ്ദേഹം ചെയ്തത്. എന്നാൽ എടുത്ത മണ്ടന്മാർ, ഈ ലോട്ടറി ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ പിക്ചറിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. ഇതൊക്കെ പറയുകയാണ് എങ്കിൽ RSS, സംഘി, വർഗീയ പാർട്ടി, ചാണകം, ഇതൊക്കെയാണ് ഇവരുടെ ആക്ഷേപങ്ങൾ. അതുകൊണ്ടാണ് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്കറിയാം. എന്ത് ശ്രീമതി ടീച്ചർ പറഞ്ഞെന്താണ്? ശബരിമലയിലെ കോവിലുകളിൽ ആ സ്ത്രീ പ്രവേശനം നടന്ന സമയത്ത് പറഞ്ഞതെന്താ? ഈ നനഞ്ഞ കവണിയും കുളത്തിൽ ചെന്ന് മൂക്കി ശരീരം പോറ്റിമാർക്കും നിൽക്കുന്ന ആൾക്കാർക്കും കാണണം. എന്ത് വൃത്തികെട്ട സംസാരമാണ്! വളരെ ഇന്ത്യൻ ഭാരതീയ സംസ്കാരത്തിൽ ഒരു സ്ത്രീയെ ഇങ്ങനെ പറയാൻ കഴിയുമോ? സുധാകരൻ എന്താ പറഞ്ഞത്? മിനിസ്റ്റർ അന്ന് ആ ശ്രീമതി ഇന്ന് ആധ്യാത്മികതയിലേക്ക് വരുന്നു. പറഞ്ഞ തെറ്റുകൾ ഇന്ന് അവർ ചിലയിടത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ മാറി വരുന്നു. കാലം കൊണ്ടെത്തിച്ച കാവ്യനീതി ആലോചിച്ച് നോക്കണേ. സുധാകരൻ മിനിസ്റ്റർ പറഞ്ഞെന്താ? ഈ തന്ത്രിമാരും പൂജാരിമാരും ഈ പുതിയ വേഷ്ടികളും കെട്ടി അകത്ത് കയറുന്നതിൻ്റെത് നിൽക്കുന്ന ആൾക്കാർക്ക് കാണാനെന്ന് ഇല്ലേ? അത് ഭാരതീയ ക്ഷേത്ര ആചാര അനുഷ്ഠാന രീതികളിൽ ഉള്ളൊരു വേഷവിധാനമാണ്. എങ്കിൽ പിന്നെ ഇവർ രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി വെച്ച് സമ്മേളനം വരുന്നതിന് മുമ്പേ അതൊരു വിഗ്രഹ ആരാധനയല്ലേ? അവിടെ കൊണ്ടുവന്ന് കൈ ഇങ്ങനെ കാണിക്കണേ എന്തിന്? അപ്പോൾ എങ്കിൽ അവരത് മാറ്റണം. അതും ആരാധനാ രീതിയിൽ വരുന്നതാണ്. പുഷ്പവൃത്തി, ഒരു പ്രതിരൂപ രക്തസാക്ഷികളുടെ രൂപം കൈ ഉയർത്തി കാണിക്കുന്നത്, അതും ആരാധന രീതിയിൽ വരുന്നതാണ്. ആ സുധാകരൻ്റെ അവസ്ഥ ഇന്ന് എന്താണ്? കാലും ഒടിഞ്ഞ് വീട്ടിൽ കിടക്കുന്നു. കാലം കൊടുത്ത കാവ്യനീതിയെ. അത് കഴിഞ്ഞിട്ട് വേറെ പല നേതാക്കളും പറഞ്ഞാൽ കുറേ പേരുണ്ട് പറയാൻ, അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ M സ്വരാജ് അയ്യപ്പന് കല്യാണം ആലോചിച്ച ആളാണ്. അദ്ദേഹമാണ് മാളികപ്പുറത്തിരിക്കുന്ന അമ്മയും ശബരിമല ശ്രീധർമ്മ ശാസ്താവും കല്യാണം കഴിച്ചതിൻ്റെ തെളിവ് അവിടുത്തെ മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തത്. രേഖയിൽ ഒപ്പിട്ട ജാമ്യം നിന്ന ആൾ M സ്വരാജാണ്. ഇന്ന് സ്വരാജിൻ്റെ അവസ്ഥ എന്തെന്നാണ്? വളരെ ബുക്കുകളും പുസ്തകങ്ങളും വായിക്കുന്ന ബുദ്ധിജീവിയാണെന്ന് പോലും. ഇങ്ങനെയൊക്കെ പറയാമോ ഒരു ആരാധന രീതികളെക്കുറിച്ച്? ഈ പറയുന്ന 3 വ്യക്തികളും മറ്റു മതങ്ങളെക്കുറിച്ച് എന്താക്ഷേപിച്ചില്ല? എന്തത് പറയുന്നില്ല? ഇത് കേരളത്തിലെ ജനത ചിന്തിച്ചു. ഇത് കേരളത്തിലെ ജനത ചിന്തിച്ചത് കൊണ്ടാണ് സ്വരാജിന് പിന്നെ തൃപ്പൂണിത്തുറന്ന് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തൃക്കാക്കരയിൽ നിന്ന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ഇന്ന് വേറൊരു സ്ത്രീ പറഞ്ഞു, മറ്റേ എന്തോ ഒരു വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു, എന്നാൽ നീ അനുഭവിച്ചോ എന്നൊരു ടോക്ക് വേണമെന്നല്ലോ. ആ സ്ത്രീയുടെ അവസ്ഥ എന്തായി? അപ്പോൾ ഇതാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷനും DYFIയും SFIയും CPMഉം. ഇതിനെയെല്ലാം പിന്തുണയ്ക്കുന്നതാണ് ഈ വലിയ കാരണഭൂതന്മാരായി
തിരുവാതിര പാട്ടുകൾ നടത്തിയപ്പോൾ നമ്മളെ CM-നെ കുറിച്ച് പാട്ട് പാടി, കാരണഭൂതൻ എന്നുള്ള തിരുവാതിര പാട്ട്. അതും ആരാധന രീതിയാണ്. ജയരാജനെതിരെ കണ്ണൂർ ശ്രീകൃഷ്ണ ജയന്തിയിൽ തേര് തെളിക്കുന്ന കൃഷ്ണനായിട്ടും പാർത്ഥനായിട്ടുമുള്ള ആ തേര് തെളിക്കുന്ന പടമുണ്ടല്ലോ, തേര് കൊണ്ടുപോകുന്ന, അതിൽ വെച്ചപ്പോൾ വൺ മാൻ ഷോ പാടില്ല, വ്യക്തിപൂജ പാടില്ലെന്ന് CM പറഞ്ഞ ആളാണ്. ആ ബോർഡുകളെല്ലാം എടുത്ത് മാറ്റിപ്പിച്ചു EP ജയരാജൻ്റെ ബോർഡുകൾ. തൊട്ടടുത്ത് തന്നെ നെയ്യാറ്റിങ്കര ഗ്രൗണ്ടിലും പുത്തരിക്കണ്ടത്തും കാരണഭൂതനെതിരെ വാഴ്ത്തിക്കൊണ്ട് തിരുവാതിര വന്നു. ഈ തിരുവാതിരയൊക്കെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ടോ? അതിൽ പറഞ്ഞിരിക്കുന്നത് ഈശ്വര വിശ്വാസം പാടില്ല, കമ്മ്യൂണിസം, ഏകാത്മ മാനവാദ ദർശനമൊക്കെ ഉള്ള ബുക്കുകളും കമ്മ്യൂണിസ്റ്റും തമ്മിൽ ഇപ്പോഴും ജനങ്ങൾക്കത് മനസ്സിലായി. ഭാരതീയ ജനതാ പാർട്ടിയുടെ തത്വസംഹിതയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വസംഹിതയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ വിചാരധാരയും ഭാരതത്തിൻ്റെ ആ സാംസ്കാരിക നാഗരികതയിൽ ഊന്നി പ്രവർത്തിക്കാത്ത ഒരു കക്ഷികൾക്കും ഭാരതത്തിൽ വേരോട്ടമുണ്ടാകില്ല. അതിന് ഉദാഹരണമാണ് ലോക്ദൾ എന്ന് പറയുന്ന ജഗൽജീവൻ റാമിൻ്റെ പാർട്ടി. ജനതാ പാർട്ടി ഈശ്വരവിശ്വാസമില്ലാത്ത കുറേ ആൾക്കാർ ഇതിലുണ്ടായിരുന്നു. അതിൽ RSSകാർ കുറച്ചുപേര് ലാൽകൃഷ്ണ അദ്വാനിയും അടൽ ബിഹാരി വാജ്പേയിക്കും RSSൻ്റെ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ദ്വയാംഗത്തിൻ്റെ പേരിൽ പാർട്ടി പിളർന്നു. 80-ൽ ഭാരതീയ ജനതാ പാർട്ടി രൂപമായി. ഏകദേശം 40-46 വർഷമായേ ഉള്ളൂ BJP ഇന്ത്യയിൽ വന്നിട്ട്. ബഹുഭൂരിപക്ഷം വരുന്ന 19 സംസ്ഥാനങ്ങളിലും ഒറ്റയ്ക്ക് ഭരിക്കുന്നു. 4-5 സംസ്ഥാനങ്ങളെ ഘടകകക്ഷിയായിട്ട് ഭരിക്കുന്നു. ഇന്ന് ഇന്ത്യയുടെ മേജർ സംസ്ഥാനങ്ങളെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയും ഇവർ ആക്ഷേപിക്കുന്ന സംഘികളായ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും ആയിട്ടല്ലേ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എവിടെയാണ് കേരളത്തിൽ CPM, DMK. അവിടെ സംസ്കാരത്തെ കുഴിച്ചു മൂടണമെന്ന് DMKയുടെ മുഖ്യമന്ത്രിയുടെ മകൻ അദ്ദേഹം പറഞ്ഞു, എന്ത് നമ്മുടെ പൈതൃകങ്ങളെ കുഴിച്ചു മൂടണം. അപ്പുറത്ത് കർണാടകത്തിലെ DK ശിവകുമാറും അദ്ദേഹവും ഹിന്ദുക്കൾക്ക് എതിരായിട്ടുള്ള പ്രവർത്തനം. അത് കഴിഞ്ഞിട്ട് ബംഗാളിൽ മമതാ ബാനർജി. ഇങ്ങനെ ഒരു 3-4 സംസ്ഥാനങ്ങൾ ഒഴിച്ചാൽ ബാക്കി ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് കോൺഗ്രസ് ഭരണമുള്ളത്? CPM ഭരണമുള്ളത്, ജനതാദൾ ഭരണമുള്ളത്. അതുകൊണ്ട് ഭാരതത്തിൻ്റെ നാഗരികത ഹിന്ദുത്വമാണ്, അതൊരു മതമല്ലെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി വിധിയുണ്ട്. 86-ലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വിധി, ഭാരതീയ സംസ്കാര ഹിന്ദുത്വം എന്ന് പറയുന്നത് മതമല്ല, ഭാരതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളാണ്. കേരളത്തിലുള്ളവർ വലത്തോട്ട് മുണ്ടെടുത്ത് ജൂബയും ഉടുപ്പും ഇടുന്നു. ഉത്തരേന്ത്യയിൽ പോയാൽ ധോത്തി കെട്ടുന്നു, ജുബ ഇടുന്നു. കാശ്മീരിൽ പോയാൽ കൂർത്ത ഇടുന്നു, പൈജാമ ഇടുന്നു. വിവിധ ഭാഷ, വിവിധ വേഷങ്ങൾ, വിവിധ ആഹാര രീതി. ഇവിടെ ഇലയിട്ട് തിന്നുന്ന ആഹാരമല്ല. UPയിൽ പോയാൽ അവിടെ താലി മീൽസാണ്, കാശ്മീർ പോയാൽ റൊട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ വിവിധ ആഹാര രീതികൾ, വിവിധ ആചാരങ്ങൾ, വിവിധ വേഷവിധാനങ്ങൾ, വിവിധ സംസ്കാരങ്ങളുള്ളത് കൂട്ടിച്ചേർന്നതാണ് ഭാരതീയ സംസ്കാരമായ ഹിന്ദുത്വം. അതെങ്ങനെ മതത്തിലാകുമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു. ക്രിസ്തുവിൻ്റേതല്ല മതമാണ്. ഏകദൈവം ജീസസ് ക്രൈസ്റ്റ്, ഏക ഗ്രന്ഥം ബൈബിള്, അവരുടെ ഏക സ്ഥലം ബത്ലഹേം. ഇസ്ലാമാണെങ്കിൽ ഖുറാൻ, പരിശുദ്ധമായ ഗ്രന്ഥം ഖുറാൻ. അവരുടെ മുഹമ്മദ് നബി, അവരുടെ ആരാധന നടത്തുന്ന മക്ക. ഹിന്ദുവിനതല്ല. അയോധ്യ, അതുപോലെ തന്നെ മധുര, ശ്രീകണ്ഠേശ്വരം, ആറ്റുകാല്, ബദരിനാഥ്, നിരവധി, സോമനാഥ്, ഇങ്ങനെ വിവിധ ആചാര ദൈവങ്ങളും അനുഷ്ഠാന രീതികളും ആരാധ്യ ദേവതകളുമുള്ള ഈ സംസ്കാരം നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും അതിനെ തള്ളിപ്പറയരുത്. ഭാരതത്തിൻ്റെ ഹിന്ദുത്വം എന്ന് പറയുന്നത് മതമല്ലെന്നാണ് RSSും BJPയും പറയുന്നത്. ഇതിനെയാണ് ഇവിടുത്തെ കമ്മികളും കൊങ്ങികളും പറയുന്നത് വർഗീയ പാർട്ടിയാണെന്ന്. ഇത് രണ്ടും ഇവർക്ക് വിശ്വസിക്കാൻ കൊള്ളാത്തതുകൊണ്ടാണ് ഇവർ കേരളത്തിൽ പരാജയപ്പെട്ടുകൊണ്ട് വരുന്നതും. അടുത്ത 5 വർഷത്തിനകം കേരളത്തിലെ യുവതിയുവാക്കൾക്ക് വൻ മാറ്റമുണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.